ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനമായിരിക്കട്ടെ ഇനി അങ്ങോട്ടും എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വിഷുവിൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വലിയ ഗംഭീരമായിട്ടുള്ള ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ അങ്ങനെ എന്താ പറയുക, പെരുന്നാൾ മാത്രമല്ല വിഷു ആയാലും ഓണായാലും ഒക്കെ ആഘോഷിക്കും കേട്ടോ. തൃശ്ശൂർ അങ്ങനെയാണ് കേട്ടോ. ജാതി മതം അങ്ങനത്തെ ഇതൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകാരും വരണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ചായ കാലത്തന്നെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ആ ചായ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ മാവൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരുന്നതിൻ്റെ ബാക്കി മാവാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മാവേ ഉള്ളൂ. അപ്പോൾ അവൻ മേടിച്ചിട്ട് വരാമെന്നുകൊണ്ട് കടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉള്ളത് ഒരു തട്ടം കൂടെ ഒഴിക്കാം. അപ്പോഴേക്കും അവൻ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെ പാത്തോസിന് എണീറ്റ് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ മുറ്റൊക്കെ അടിച്ച് വരുമ്പോഴേക്കും ആളോടെ വന്നിരുന്നിട്ടുണ്ട്. പിന്നെ അതെ ചായ കുറച്ച് ഒഴിച്ചിട്ട് അവൾക്ക് വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ ഇഡ്ഡലിയൊക്കെ മാവൊക്കെ കൂടെ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ മാവ് ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ പരട്ടി കൊടുക്കുന്നത്, അത് തപ്പിയിട്ട് കാണാനില്ല കേട്ടോ. ഈ സാധനത്തിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നു പേരെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഇന്നലെ തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയത്. കിട്ടിപ്പോയി, സ്പാച്ചുല. അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ പറയാം. ഇനിയിപ്പോൾ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയില്ല. എന്തായാലും ആ സംഭവം വെച്ചിട്ടാണ് ഇനിയിപ്പോൾ എണ്ണയൊക്കെ തടവി കൊടുത്തത് കേട്ടോ. പിന്നെ അത് തട്ടിൽ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എണ്ണയൊക്കെ പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിൻ്റെ ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാവ് ആദ്യത്തേക്ക് ഒഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. കഷ്ടിച്ച് ഒരു എന്താ പറയുക, ഒരു ഇഡ്ഡലിക്കുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ രണ്ട് തട്ടിൽ ലാസ്റ്റത്തെ അവസാനം വെച്ചപ്പോഴും ചെറുതായി പോയിട്ടുണ്ട്. എന്തായാലും അവൻ ഇനി വരട്ടെ, അപ്പോഴേക്ക് ഇത് സെറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്തോസിന് ഇതേ ചായയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കായും പരിപ്പും കൂടി വേവിച്ചു. പിന്നെ ഇതേ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു, സാമ്പാർ പൊടി ഇട്ടു, ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്കായ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ മോനിതേ മാവൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. അങ്ങനെ ഇതേ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകും കറിവേപ്പിലും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം കുറച്ച് സാമ്പാർ പൊടി, ബാക്കിയുള്ള സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ സാമ്പാർ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സാമ്പാറായാലും അവിയലായാലും എല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എന്തിനെ കാണിക്കുന്നു വെച്ചിട്ടാണ് ഞാൻ ഫുൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. പിന്നെ ഞാനിത് ഇഡ്ഡലി പാത്തോസിന് കൊടുക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ പാത്തോസിന് പഞ്ചസാര കൂട്ടിയിട്ട് മതി എന്നാണ്. അപ്പോൾ സുഡാപ്പിക്ക് സാമ്പാറും ഇഡ്ഡലിയുടെ ആൾ ഇവിടെ സുഡാപ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സുഡാപ്പിക്കുള്ളത് ഞാൻ അവിടെ എടുത്ത് കൊടുക്കുകയാണ്. പാത്തോസിന് ഇപ്പോൾ ഞാൻ എന്തായാലും വാരി കൊടുക്കേണ്ടി വരും. അങ്ങനെ അതേ അവർക്കുള്ള മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും കഴിച്ചു. അതിൻ്റെ ശേഷം ഞാൻ വെജിറ്റബിൾസ് നമ്മുടെ എന്താ പറയുക അവിയലിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ അത് നാളികേരത്തിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ചേർത്തിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വെജിറ്റബിൾസ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അധികം അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോഴേക്ക് തന്നെ ആ നാളികേരത്തിൻ്റെ ഇതൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കും കേട്ടോ. അതെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അത് തൈര് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കര കട്ടി കുറവാണ്. അതുമല്ല പുളിയില്ലാത്ത തൈരുമായിരുന്നു കേട്ടോ കിട്ടിയത്. പിന്നെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വേറെ ആരും വരുന്നൊന്നുമില്ലല്ലോ, നമുക്ക് വേണ്ടി മാത്രമല്ലേ. പിന്നെ ഈ അവിയൽ കഴിക്കാൻ ഞാൻ മാത്രമാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. തന്നെ ഇപ്പോൾ എനിക്ക് നാളേക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കേബേജ് ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാറും അവിയലും ഉപ്പേരിയും പപ്പടം മാത്രമാണ് കേട്ടോ. പിന്നെ അച്ചാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പേരിക്ക് ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഇത് കേബേജിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകൊക്കെ നാളികേരമൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പായസം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സ്പെഷ്യൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്പെഷ്യലൊന്നും അല്ല കേട്ടോ, എന്നാലും ഞാനിന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇതേ കേബേജിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഉപ്പ് ചേർത്തു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കേബേജിൽ ഞാൻ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ ആ കഴുകിയ ഒരു നനവുണ്ടാവുമല്ലോ അതിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേബേജൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കളർ കുറവുണ്ട് കേട്ടോ. കാബേജിൽ സാധാരണ നല്ലൊരു മഞ്ഞ കളറുണ്ട്, ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ അധികമൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേബേജ് ഉപ്പേരി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, നമ്മൾ അടച്ച് വെച്ച കാരണം കൂടെ ഒരു വീർപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം അടയ്ക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് ഇല്ല കേട്ടോ, 2 സെക്കൻഡ് കൂടി വെച്ചു കേട്ടോ. പിന്നെ ഇതേ പപ്പടം കാച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പപ്പടം പൊരിച്ചെടുക്കാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. നമ്മളിവിടം വരെ എത്തുമെന്ന് വിചാരിച്ചതല്ല, ഇവിടം വരെ എത്തിയതിൽ പഠിച്ചവനോട് എന്താ പറയുക നന്ദി പറയാണ്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പപ്പടം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും എനിക്ക് ആഡാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പാത്തൂസിൻ്റെ സുഡാപ്പിയുടെയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ പാത്തൂസിനും സുഡാപ്പിക്കും അങ്ങനെ ഫുഡൊക്കെ വാരി കൊടുത്തതിന് ശേഷം ഞാനും ഭക്ഷണം കഴിച്ചു. പിന്നെ അതേ സാമ്പാർ എന്നാണ് വരുന്നത് കേട്ടോ, പായസം വയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പായസം വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് കരിഞ്ഞു പോകരുത്, തീ നല്ലോണം കുറച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇതൊന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വേഗം ആകാൻ വേണ്ടിയിട്ട് ആരും തീ കൂട്ടി കൊടുക്കരുത്, പക്ഷെ ഒരു കരിഞ്ഞൊരു ചൊയ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഈ രീതിയിലൊന്നായി കിട്ടിയാൽ മതി. ഈ രീതിയിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാലാദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കട്ട ഉണ്ടല്ലോ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ തന്നെ ശരിക്കും അങ്ങോട്ട് വിട്ട് വരും കേട്ടോ. നമുക്കധികം ഇതിനോട് മസ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഇത് നമ്മുടെ സാധനം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് പറ്റൂട്ടത് കണ്ട കട്ടകളൊക്കെ അതിൽ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് കിടക്കുമ്പോൾ ഇനി അത് ചൂടാകുമ്പോഴേക്കും ഒന്നും കൂടി വരും കേട്ടോ. നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പായസം മിക്സാണ് കേട്ടോ. അപ്പോൾ അതിലധികം പണിയൊന്നുമില്ല, എന്നാലും ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അധികമൊന്നുമില്ല. വെള്ളം കൂടിയാൽ തന്നെ നമുക്ക് പായസത്തിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് പാലൊക്കെ ഒന്ന് തിളച്ച് വരാം. അപ്പോഴേക്കും ഇത് പാത്തൂസ് തണ്ണിമത്തങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഫ്രണ്ടിലത്തെ ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ പാത്തൂസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ ഒരു വീഴ്ച വീണു. അപ്പോൾ ഞാൻ പൊട്ടിയെന്ന് വിചാരിച്ചു, പക്ഷേ പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പായസം മിക്സ്, സേമിയം പായസം മിക്സാണ് കേട്ടോ. അങ്ങനെ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇതിലുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പാത്തൂസ് തിന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് തണ്ണിമത്തങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇത് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും പാത്തൂസ് ഇവിടെ ബഹളം ഉണ്ടാക്കിയായിരുന്നു, മുറിച്ചതായോ. അപ്പോൾ ഞാൻ എന്തായാലും പാല് ചൂടായി വരട്ടെ, തിളക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് നിങ്ങളുടെ മുറിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് തന്നെ ഇത് കഴിക്കാനും കുട്ടികൾക്ക് നല്ലത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണല്ലോ. നല്ല എന്താ പറയുക നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും ഇതിൽ അംശം, അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനും നല്ലതാണല്ലോ. ഇവിടെ പാത്തൂസിന് സുഡാപ്പിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ദിലൂന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ദിലു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവരൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചു എന്ന് പറയാം കേട്ടോ പേരിന്. എന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട് ഉണ്ട് തൊട്ടടുത്ത് തന്നെ, അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഉമ്മ ഉണ്ടാക്കിയതല്ലേ വെച്ചിട്ട് കുറച്ച് കഴിച്ചതാണ് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയതാണ്. പിന്നെ അതേ നമ്മൾ പാത്തൂസിന് തണ്ണിമത്തങ്ങ മുറിച്ച് കൊടുത്തപ്പോൾ അവളിങ്ങനെ ഇരുന്ന് കഴിക്കാട്ടോ. അപ്പോൾ എന്നോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പാലൊക്കെ ഒന്ന് തിളച്ചപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് വെച്ചതായിരുന്നു കേട്ടോ, സിമ്മിലാക്കി വെച്ച്. എന്നിട്ട് ഇത് നമ്മുടെ സേമിയ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പായസം ഒന്ന് വെന്ത് വരട്ടെ. സേമിയ നമുക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ സാബുനരിയില്ലേ, സാബുനരി ഞാനൊരു 2 ടീസ്പൂൺ, അധികമൊന്നുമില്ല കേട്ടോ, വെറും 2 ടീസ്പൂൺ ഒന്ന് എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് കഴുകിയതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാണ് കേട്ടോ. അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കുമ്പോഴേക്കും അത് റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നത് ഒരു 3 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ കാലത്തൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 2 മണി 3 മണി ആ സമയത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ സേമിയൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സാബുനരി കണ്ടത് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, കൂടിയാലും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പാലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് കുറച്ച് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. സാബൂൺ റൈസ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അധികം എടുക്കാത്ത കാരണം കൊണ്ട് അത് പെട്ടെന്ന് കട്ട പിടിക്കൊന്നുമില്ല. പിന്നെ 2 ടീസ്പൂൺ മാത്രമല്ലേ. അങ്ങനെ ഇതേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സേമിയും സാബൂനരിയും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. പിന്നെ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുന്ന സമയത്ത് അധികം പഞ്ചസാര ചേർക്കരുത്. എന്താ വെച്ചാൽ ഈ മിക്സിൽ അത്യാവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാരണം 2 ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ പാലൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. അങ്ങനെ സേമിയം തിളച്ച് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇത് അണ്ടിപ്പരിപ്പ് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പാത്തൂസിൻ്റെ വായിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പായസത്തിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു പിങ്ക് കളറായിട്ട് വരും കേട്ടോ, ലൈറ്റ് പിങ്കായിട്ട്. അങ്ങനെ ദേ നമ്മുടെ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതേ കണ്ടോ, ഒരു ചെറിയൊരു കളർ മാറ്റം കണ്ടില്ലേ. അതൊന്നും എന്താണെന്നറിയാം, നമ്മളിതുപോലെ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് വെച്ച കാരണം കൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പായസം. ഇനി ഇതേ മക്കൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് തൊട്ടപ്പുറത്തുള്ള ചേച്ചി കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം നമുക്ക് വിഷുക്കട്ട കിട്ടുന്നത് അവിടെ തന്നെയാണ് കേട്ടോ. ഈ പ്രാവശ്യം പതിവ് മുടക്കിയില്ല, നമുക്കിതേ വിഷുക്കട്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പാത്തോസിന് ഇഷ്ടമല്ല, പാത്തോസ് കഴിച്ചില്ല കേട്ടോ. സുഡാപ്പി ഞാനും കഴിച്ചു. പിന്നെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആൾ ഇരുന്നെങ്കിൽ 3 കട്ട 3 ആൾക്ക് ഓരോന്നെടുത്തു. അങ്ങനെ എന്താ പറയുക, ശർക്കര പാനിയൊക്കെ കൂട്ടി ഞങ്ങളിതിങ്ങനെ കഴിക്കാനാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഇടിവെട്ടും മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.